ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ മാനേജീരിയൽ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് സ്പെസിഫിക്കലി നമ്മൾ ഇന്നിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ആദ്യമേ ഈ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേണിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് രണ്ട് അസംഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ അസംഷൻസിനെയും സ്റ്റേറ്റ്മെന്റ്സിനെയും ഗിവൺ സ്റ്റേറ്റ്മെന്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നിങ്ങൾ സ്റ്റേറ്റ്മെന്റിനെയും അസംഷനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്ഷൻസിലേക്ക് വരണം. അപ്പൊ ഓപ്ഷൻസ് മിക്കവാറും ചോദിക്കുന്നത് ഈ തന്നിരിക്കുന്ന അസംഷൻസിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള അസംഷൻസ് ഏതാണ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീനിങ് വരുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ഡയറക്ട്ലി സജസ്റ്റ് ചെയ്യല്ല, പക്ഷെ ഇൻഡയറക്ട്ലി സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്നുള്ളതാണ് ഇവിടെ പറയും. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് an increase in the price of a commodity leads to a fall in its quantity demanded. അപ്പൊ എന്താണ് പറയുന്നത്, പ്രൈസ് കൂടുമ്പോൾ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി കൂടുകയാണ്, അത് കാരണം there would be a fall in quantity demanded. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് പറ്റും, ഒരു fall വരും. അതായത് പ്രൈസ് കൂടുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന അളവിൽ ഒരു fall വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിളും ഒക്കെ ആയിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അസംഷനിലേക്ക് വരാം. അതായത് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോകും. ഓക്കെ, എന്തെങ്കിലും ഒരു ഇപ്പൊ വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോകുന്നു എന്ന് വിചാരിക്കാം. ക്യാരറ്റ് വാങ്ങിക്കാനായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻ എക്സാമ്പിൾ എടുത്തതാണ്. ക്യാരറ്റ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോകും. ക്യാരറ്റ് വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് കീപ്പറിനോട് ചോദിക്കാം ഇന്നത്തെ ക്യാരറ്റിന്റെ വില എത്രയാണ്, അല്ലെങ്കിൽ ക്യാരറ്റിന്റെ വില ഇന്നത്തെ എന്ന് വേണ്ട, ക്യാരറ്റിന്റെ വില എത്രയാ എന്ന് ചോദിക്കാം. അപ്പോ നിങ്ങൾക്ക് എന്തായാലും ക്യാരറ്റ് വേണം, ക്യാരറ്റ് കൂടിയേ പറ്റും. അപ്പോ ഈ ഷോപ്പ് കീപ്പർ പറയാണ് ഈ ക്യാരറ്റ് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്, കാരണം ഇപ്പോ നമുക്ക് നല്ല ഷോർട്ടേജ് ഉണ്ട് ക്യാരറ്റിന്, അതുപോലെ തന്നെ നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പൊ ക്യാരറ്റിന് ഇപ്പൊ വില കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റിന്റെ പ്രൈസ് പറയും. അപ്പോൾ ക്യാരറ്റിന്റെ പ്രൈസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്യാരറ്റ് നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രൈസ് കൂടിയോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 1/2 കിലോ മതി. ആക്ച്വലി നിങ്ങൾ 1 കിലോ വാങ്ങിക്കാനായിട്ടാണ് മാർക്കറ്റിൽ പോയത്. ക്യാരറ്റിന്റെ പ്രൈസ് ഇവിടെ കൂടി എന്നറിയുമ്പോൾ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ഡിമാൻഡ് അവിടെ കുറയ്ക്കുകയാണ് അല്ലെ. നിങ്ങളുടെ ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് നിങ്ങൾ അവിടെ കുറയ്ക്കുകയാണ്. നിങ്ങൾ നേരത്തെ 1 കിലോ വാങ്ങാം എന്ന് വിചാരിച്ച് മാർക്കറ്റിൽ പോയി, പക്ഷെ അവിടെ ചെല്ലപ്പോ അവിടെ മാർക്കറ്റില് ഷോപ്പ് കീപ്പർ പറയാണ് ക്യാരറ്റിന്റെ വില കൂടിയിട്ടുണ്ട്, ഇത്രയാണ് വില എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ, അപ്പൊ വില കൂടിയിരിക്കുന്ന സമയത്ത് എനിക്ക് 1/2 കിലോ കൊണ്ടുള്ള ആവശ്യമേ ഉള്ളൂ, സോ 1/2 കിലോ ഇപ്പൊ തൽക്കാലത്തേക്ക് 1/2 കിലോ മതി എന്ന് നിങ്ങൾ പറയും. നോർമലി ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ റിയാലിറ്റി അല്ലെ. അപ്പോ ഇനി ഈ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അസംഷൻസിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് അസംഷൻ പറയാണ് കൺസ്യൂമേഴ്സ് റിയാക്ട് നെഗറ്റീവ്ലി ടു പ്രൈസ് ഇൻക്രീസ്. കൺസ്യൂമേഴ്സ് പ്രൈസ് കൂടുന്നതിനോട് നെഗറ്റീവ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്, ഇതാണ് പറയുന്നത്. രണ്ടാമത്തെ അസംഷൻ പറയുന്നത് ദ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് വിത്തൗട്ട് എക്സെപ്ഷൻ. അപ്പൊ ആദ്യത്തെ അസംഷനെ നമുക്ക് നേരെ ഒന്ന് നോക്കാം. അപ്പോ കൺസ്യൂമേഴ്സ് റിയാക്ട് നെഗറ്റീവ്ലി ടു പ്രൈസ് ഇൻക്രീസസ്. പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സിന് അവിടെ ഈ പ്രൈസ് ഇൻക്രീസിനോട് വരുന്ന ഒരു റിയാക്ഷൻ എന്താണ്, നെഗറ്റീവ്. സോ ഇവിടെ നിങ്ങൾ നെഗറ്റീവ് മനോഭാവം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹിയർ വി ഹാവ് ടു ടോക്ക് അബൌട്ട് നെഗറ്റീവ് റിലേഷൻഷിപ്പ്, നെഗറ്റീവ് റിലേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, പ്രൈസ് കൂടിയപ്പോൾ എന്താ സംഭവിച്ചത്, ഡിമാൻഡ് കുറഞ്ഞു.
നെഗറ്റീവ് അല്ലേ, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു. പോസിറ്റീവ് റിലേഷൻ ആയിരുന്നെങ്കിൽ രണ്ടും കൂടിയേനെ, ഒരുമിച്ച് കൂടിയേനെ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കുറഞ്ഞേനെ. ഒരേ ഡയറക്ഷനിൽ രണ്ടും മൂവ് ചെയ്യുമ്പോൾ, രണ്ട് വേരിയബിൾസ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ മുകളിലോട്ടും ഒരു വേരിയബിൾ താഴോട്ടും ആണ് വരുന്നതെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് എ നെഗറ്റീവ് റിലേഷൻ. അപ്പൊ ഫസ്റ്റ് അസംഷൻ ക്ലിയർ ആയല്ലോ. സെക്കൻഡ് അസംഷൻ ഇവിടെ പറയുന്നത് അനുസരിച്ചിട്ട് the law of demand applies to all goods without exception. അപ്പൊ ഈ law of demandനാണ് എന്ത് പറയുന്നത്, other things remaining the same, there exists a negative relation or inverse relation between price and quantity demanded. ഇത് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് ആണ്. കൺവെൻഷനലി സ്പീക്കിംഗ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഈ അസംഷനിൽ പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് വിത്തൗട്ട് എക്സെപ്ഷൻ. എല്ലാ ഗുഡ്സിനെയും ഒരേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻ എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ ഗുഡ്സിനും ഈ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഈ ഇൻവേഴ്സ് റിലേഷൻ ബാധകമാണ്. ദിസ് ഇസ് വാട്ട് ഈസ് ടോൾഡ് ഹിയർ. സോ ഇനി നമുക്ക് യഥാർത്ഥ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദീസ് അസംഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ തന്നിട്ടുള്ള ഈ അസംഷൻസ് ഏതൊക്കെയാണ് ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നത്. സോ കമ്മിങ് ടു ദ ഓപ്ഷൻസ്, only assumption 1 is implicit, option A. The next option is option B, that is only assumption 2 is implicit. Next option is option C, assumption 1 and 2 are implicit, and finally option D, neither 1 nor 2 is implicit. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് assumption 1, ആദ്യത്തെ അസംപ്ഷൻ ഉണ്ടല്ലോ, കൺസ്യൂമേഴ്സ് റിയാക്ട് നെഗറ്റീവ്ലി ടു പ്രൈസ് ഇൻക്രീസസ്, അത് മാത്രമാണ് ഇവിടെ ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഓപ്ഷൻ ബി പറയുന്നത് അസംപ്ഷൻ 2 മാത്രമാണ് ഇംപ്ലിസിറ്റ്, അതായത് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് വിത്തൗട്ട് എക്സെപ്ഷൻ, ഇതാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ സി പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും രണ്ട് അസംപ്ഷൻസും ഇംപ്ലിസിറ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, നെയ്തർ 1 nor 2 is implicit. ഈ രണ്ട് അസംപ്ഷൻസും ഇംപ്ലിസിറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്താന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം, എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം, എങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം എന്നും മനസ്സിലാക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പരിധി വരെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഓപ്ഷൻസ് ഒന്നുകൂടി മനസ്സിലാക്കുക. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും എന്താ പറയുന്നതെന്ന്, ഓപ്ഷൻ എ പറയുന്നത് എന്താ, ബി പറയുന്നത് എന്താ, സി പറയുന്നത് എന്താ, ഡി പറയുന്നത് എന്താ. സോ അത് മനസ്സിൽ കണ്ടോളൂ. ആൻഡ് കമ്മിങ് ടു ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ അസംപ്ഷൻ 1 മാത്രമാണ് ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്നത്. അസംപ്ഷൻ 1 is implicit. ശരിയാണ്. അസംപ്ഷൻ 1 ഇംപ്ലിസിറ്റ് ആവാനുള്ള കാര്യം എന്താണ്, അസംപ്ഷൻ 1 പറയുന്ന കാര്യം, അതായത് നമ്മളിപ്പോ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൺസ്യൂമേഴ്സ് റിയാക്ട് നെഗറ്റീവ്ലി ടു പ്രൈസ് ഇൻക്രീസ് അല്ലെ. പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്താ സംഭവിക്കുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മളെ ക്യാരറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നിങ്ങൾ 1 കിലോ ക്യാരറ്റ് വാങ്ങാനായിട്ടാണ് കടയിൽ പോയത്, പക്ഷെ കടയിൽ ചെന്നപ്പോഴേക്കും ഷോപ്പ് കീപ്പർ നിങ്ങളോട് പറഞ്ഞു ക്യാരറ്റിന്റെ വില ഇപ്പൊ കൂടി നിൽക്കുകയാണ്, അപ്പൊ നിങ്ങളോട് ക്യാരറ്റിന്റെ വില എത്രയാണെന്നും പറഞ്ഞു. അപ്പോഴേ നിങ്ങൾ പറഞ്ഞു അയ്യോ ഇത്രയും വില ആയിട്ടുണ്ടോ, എന്നാൽ എനിക്ക് 1/2 കിലോ ക്യാരറ്റ് മതി. അപ്പൊ എന്താ, 1 കിലോ ക്യാരറ്റ് വാങ്ങാൻ പോയ ആള് വാങ്ങിയത് 1/2 കിലോ ക്യാരറ്റ്. ദാറ്റ് മീൻസ് ദ ക്വാണ്ടിറ്റി ദാറ്റ് യു ഹാവ് ഡിമാൻഡഡ് ഹാസ് കം ഡൗൺ അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആണ്. പക്ഷേ പ്രശ്നം വരുന്നത് രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് രണ്ടാമത്തെ അസംപ്ഷൻ വരുമ്പോൾ പറയുന്നത് എന്താണ്, ദ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് വിത്തൗട്ട് എക്സെപ്ഷൻ അല്ലെ. എല്ലാ ഗുഡ്സിനും നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണോ? ഒരുപാട് ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഗുഡിന്റെ കേസ് പറയാണ്, മെഡിസിൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള പനിയാണ്, ഭയങ്കര പനി. അപ്പോ ഡോക്ടർ നിങ്ങളോട് പറയാണ് നിങ്ങൾ മെഡിസിൻ വാങ്ങണം, ഇന്ന മെഡിസിൻ വാങ്ങണം, പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോ
അതിഭയങ്കരമായിട്ട് ഏകദേശം ഡോക്ടർ പറയാണ് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഈ ഇന്ന മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ജനറിക് മെഡിസിൻ. ഇപ്പോൾ അതൊക്കെയാണല്ലോ പ്രശ്നം വരുന്നത്. ഏതെങ്കിലും ഒരു മെഡിസിൻ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനല്ല ഡോക്ടർ പറയുന്നത്. ഇൻസ്റ്റഡ് ഡോക്ടർ ഇസ് ടെല്ലിങ് ഗിവിംഗ് യു സം പ്രിസ്ക്രിപ്ഷൻ ഓഫ് ജനറിക് മെഡിസിൻ. ജനറിക് മെഡിസിൻ ആണ് പ്രിസ്ക്രിപ്ഷൻ ആണ് തന്നത്. അപ്പൊ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ്, മെഡിക്കൽ സ്റ്റോറിലെ ആള് പറയാണ് ഈ മെഡിസിൻ കുറച്ച് വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിൻ വാങ്ങാതിരിക്കും. അസ്യൂം ദാറ്റ് യു ഹാവ് ദ മണി വിത്ത് യു. പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ മെഡിസിൻ കുറച്ച് വില കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പനി സഹിച്ചുകൊണ്ടിരിക്കുമോ? അതോ നിങ്ങൾ ഈ പനി ന്യൂമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നു. സോ വാട്ട് വിൽ യു ഡു? ഡെഫിനറ്റ്ലി നിങ്ങൾ മെഡിസിൻ വാങ്ങും. ഇപ്പൊ ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന്റെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, അത്യാവശ്യങ്ങളാണ്. സോ ദീസ് ആർ സംതിങ് നെസസിറ്റി. ആ സമയത്ത് ഈ മെഡിസിൻ എന്ന് പറയുന്നത് നെസസിറ്റി ആണ്. മെഡിസിൻ കഴിച്ചാലേ പനി പോവുള്ളൂ. സോ യു വിൽ ബൈ ഇറ്റ് വിത്തൗട്ട് ഇവൻ കൺസിഡറിങ് ദ പ്രൈസ് ഓഫ് ദാറ്റ് മെഡിസിൻ അല്ലെ. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. പ്രൈസ് കൂടിയിട്ട് വന്നാണ് നിങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ വാങ്ങുന്നുണ്ട്. ഡോക്ടർ ചിലപ്പോൾ 2 ടാബ്ലറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രാവിലെ ഒന്ന് രാത്രിയും കഴിക്കണം, 2 എണ്ണം കഴിക്കണം എന്നാ. കാരണം പനി അത്രയ്ക്ക് കൂടി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടാബ്ലറ്റ് മാത്രം വാങ്ങൂ? ഒരിക്കലുമല്ല. യു വിൽ ബി പർച്ചേസിങ് 2. കാരണം ആ ടാബ്ലറ്റിന്റെ ഫുൾ എഫക്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ടാബ്ലറ്റ് ഒരു ദിവസം 2 നേരമായിട്ട് കഴിച്ചാലേ പറ്റൂ. സോ യു വിൽ ബി പർച്ചേസിങ് ബോത്ത് ടാബ്ലറ്റ്സ് അല്ലേ. അപ്പോ ഇവിടെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ആ അസംഷൻ തന്നെ തെറ്റല്ലേ. അസംഷൻ 2 നമുക്ക് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. എക്സെപ്ഷൻ, there are several exceptions to law of demand. Many exceptions to law of demand. ലോ ഓഫ് ഡിമാൻഡിന് ഒരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അഗൈൻ നിങ്ങൾ ഗിഫൺ ഗുഡിനെ പറ്റിയിട്ട്, വെബ്ലൻ ഗുഡിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഗിഫൺ ഗുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, കുറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സോ ആക്ച്വലി ഞാൻ ഗിഫൺ ഗുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഗിഫൺ ഗുഡിന്റെ കേസ് എടുത്ത് പറയുമ്പോൾ ഗിഫൺ ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞാൽ, ഇതിന്റെ പ്രൈസ് കുറഞ്ഞാൽ നിങ്ങൾ അതിനെ വീണ്ടും ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത്. സോ യു വിൽ ബി ലൈക് ഷിഫ്റ്റിംഗ് ഓൺ ടു സം അതർ ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഇൻകവും സൈമൾട്ടേനിയസ്ലി കൂടുന്നു, ഗിഫൺ ഗുഡിന്റെ പ്രൈസും കുറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങൾ യു വിൽ ഹാവ് ആൻ ഓട്ടോമാറ്റിക് ടെൻഡൻസി ടു ഷിഫ്റ്റ് ടു സം സുപ്പീരിയർ ഗുഡ്. സുപ്പീരിയർ ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നിങ്ങൾ സുപ്പീരിയർ ഗുഡ് വാങ്ങാതിരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ വെബ്ലൻ ഗുഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ലൈക് ഹൈലി സുപ്പീരിയർ ഗുഡ്. ഇതിന്റെ ആർട്ടിക്കിൾസ് ഓഫ് സ്നോബ് അപ്പീൽ എന്നൊക്കെ പറയും. അതായത് ഡയമണ്ട്സ് ഫോർ ദ സെയിം റീസൺ. ഡയമണ്ട്സിന്റെ പ്രൈസ് കൂടി നിൽക്കുമ്പോൾ ഡയമണ്ട് വാങ്ങിക്കാൻ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അതെന്താണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്താണ്? സാധനത്തിന്റെ പ്രൈസ് കുറയുമ്പോൾ സാധനം കൂടുതൽ വാങ്ങും, സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ സാധനം കുറച്ചേ വാങ്ങുള്ളൂ. ഗിഫൺ ഗുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഗിഫൺ ഗുഡിന്റെ പ്രൈസ് കുറയുമ്പോൾ ഗിഫൺ ഗുഡ് നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കും. കാരണം ഗിഫൺ ഗുഡിനെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ഗുഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇനി വെബ്ലൻ ഗുഡ്, ഡയമണ്ട്സിന്റെ കേസ്. ഡയമണ്ട്സിന്റെ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഡയമണ്ട് വാങ്ങാനുള്ള, ഡയമണ്ട് റിങ്ങും ഡയമണ്ട് ഇയറിംഗ്സും ഒക്കെ വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അഗൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റിച്ച് പീപ്പിൾ. കാരണം ഇവര് ഡയമണ്ടിന്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് ഡയമണ്ട് വാങ്ങിയിട്ട് ഇവർക്ക് ഇതിന്റെ ഈ വെബ്ലൻ ഗുഡ് എന്ന് പറയുന്നത് തന്നെ ദിസ് ഇസ് എ സ്റ്റേറ്റസ് സിമ്പിൾ, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോ വില കൂടി നിൽക്കുമ്പോൾ ഈ ഗുഡ്സ് വാങ്ങിച്ചിട്ട് എല്ലാവരോടും പറയും, ഓക്കെ ഞാൻ വില കൂടി നിന്നപ്പോഴാണ് ഇത്രയും വാങ്ങി. ഇപ്പൊ തന്നെ എന്താ സ്വർണത്തിന്റെ വില കൂടി നിൽക്കുന്ന സമയം. ഈ സമയത്ത് ഒരുപാട് സ്വർണ്ണമായിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ സ്റ്റാറ്റസ് സിമ്പിൾ അല്ലെ. അപ്പൊ ആൾക്കാരുടെ മുന്നിൽ കുറേ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് കല്യാണ പെണ്ണ് ഒരുങ്ങി ചെന്ന് നിൽക്കുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇപ്പൊ എല്ലാവരും കാണുന്നവരൊക്കെ വിചാരിക്കും സ്വർണ്ണം ഇത്രയും വില കൂടിയിട്ടും ഇത്രയും സ്വർണ്ണം ഇട്ട് കല്യാണം കഴിക്കുന്നല്ലോ എന്ന് വിചാരിക്കില്ലേ? ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ സ്റ്റേറ്റസ് സിമ്പിൾ? അപ്പോ ഈ ബ്രൈഡിന്റെ പാർട്ടിക്ക്, ഐ മീൻ ബ്രൈഡിന്റെ ആ സെക്ഷൻ, ആ സെറ്റ് ഓഫ് റിലേറ്റീവ്സിന് അതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആണ്. സ്വർണത്തിന് വില കൂടിയിരിക്കുമ്പോൾ കുറെ സ്വർണ്ണം വാങ്ങിച്ചിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരെയും കാണിക്കാൻ പറ്റും.
ഇത്രയും പ്രിവിലേജ് ഉള്ള ആളാണ് ഞാൻ, ഇത്രയും പൈസ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ പറ്റും. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നല്ല. There are some exceptional cases. അല്ലെ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി they might be having a tendency to do this. Again, എല്ലാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നല്ല, പക്ഷെ മോസ്റ്റ്ലി this can happen. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നമ്മുടെ ഫസ്റ്റ് അസംപ്ഷൻ ഇസ് ഇംപ്ലിസിറ്റ്. ഫസ്റ്റ് അസംപ്ഷൻ ഇംപ്ലിസിറ്റ് ആണ് ഇൻ റിലേഷൻ ടു ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ സെക്കൻഡ് അസംപ്ഷനിലേക്ക് വരുമ്പോൾ അത് ഇംപ്ലിസിറ്റ് അല്ല, കാരണം ലോ ഓഫ് ഡിമാൻഡ് ഇസ് ഹാവിംഗ് ലോട്ട് ഓഫ് എക്സെപ്ഷൻസ്. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്സ് ബിസിനസ് റെഡ്യൂസ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. അതായത് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഈ ഫോർകാസ്റ്റിംഗ് നടത്താനായിട്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ യൂസിങ് അവൈലബിൾ ഡേറ്റ. അപ്പോ നിങ്ങൾക്ക് പ്രീവിയസ് വർഷങ്ങളിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഡേറ്റ അവൈലബിൾ ആയിരിക്കും, ഇപ്പോഴത്തെ ഡേറ്റും അവൈലബിൾ ആയിരിക്കും. ഈ ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിന്റെ ബേസിസിൽ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്, ആന്റിസിപ്പേഷൻ നടത്തുന്നത്. ഇത് ഹെൽപ്സ് ബിസിനസ് ടു റെഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡിന്റെ ബേസിസിൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തിയിട്ടാണ് ഒരു എക്സ്പാൻഷൻ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഫ്യൂച്ചറിലെ പ്രശ്നങ്ങൾ, ഫ്യൂച്ചറിലെ ലോസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കണ്ണു അടച്ച് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരുടെ ഇടയിൽ എത്രമാത്രം അംഗീകരിക്കപ്പെടും, ആൾക്കാർ ഈ ഒരു ബിസിനസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തോരം വാങ്ങും എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. ഒരു ബിസിനസ് വഴി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നില്ല ഈ പ്രോഡക്റ്റിന് എന്തുമാത്രം ഡിമാൻഡ് ഫ്യൂച്ചറിൽ വന്നേക്കാം അല്ലെങ്കിൽ വരുമായിരിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ ഒട്ടും തന്നെ ഡിമാൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പ് ആയില്ലേ. സോ ദർ വുഡ് ബി എ ലോട്ട് ഓഫ് ലോസ്. അപ്പോൾ നമ്മൾ പറയാണ്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സെക്ടറിന്റെ ബേസിസിൽ ഒരു ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഇതിന് എന്തുമാത്രം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമ്മൾ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദാറ്റ് വുഡ് ബി ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്, ദാറ്റ് വുഡ് ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് ലോസ്. അപ്പോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസംഷൻസിനെ നമുക്ക് നോക്കാം. അസംഷൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ, ഫ്യൂച്ചർ ഡിമാൻഡ് ഇസ് അൺസർട്ടൻ. അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ അൺസർട്ടൻ ആണ്, അല്ലെ? ഫ്യൂച്ചർ ഇറ്റ് സെൽഫ് ഇസ് അൺസർട്ടൻ. കാരണം ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഇവിടെ വരുന്നുണ്ട്. സോ മച്ച് ഓഫ് റിസ്ക് എലമെന്റ്സ് ഇസ് കമ്മിങ് ഓവർ ഹിയർ. അപ്പൊ എന്ത് വേണം, നമ്മൾ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് വേണോ എപ്പോ വേണോ സംഭവിക്കാം എന്നുള്ളതാണ്. ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൂടിയും ഒരു എക്സ്റ്റേണൽ പ്രഷർ, ഒരു എക്സ്റ്റേണൽ ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ് തകരാൻ അത് മതി, അല്ലെ? നമ്മൾ പറയില്ലേ, ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങാനും ഒരു ചീത്തപ്പേര് നമ്മൾ അറിയാതെ ആണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് തകരാൻ അത് മതി. സോ ബിസിനസിന്റെ ഡിമാൻഡ്, ഫ്യൂച്ചർ ഡിമാൻഡ് എന്ന് പറയുന്ന അൺസർട്ടൻ ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ് തുടങ്ങി, അതിനേക്കാൾ ആൾക്കാർക്ക് ഒരു പ്രോഡക്റ്റിന്റെ ബിസിനസ് തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഒരു നോർമൽ വാക്വം ക്ലീനറിന്റെ ബിസിനസ് ആണ് നമ്മൾ തുടങ്ങിയെന്ന് വിചാരിക്കാം. പുതിയതായിട്ട് അതിന്റെ ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്ന അതേ സമയത്ത് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു റോബോ വാക്വം ക്ലീനറും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഈ രണ്ട് വാക്വം ക്ലീനേഴ്സ് തമ്മിൽ വലിയ വില വ്യത്യാസം ഇല്ല എന്ന് വിചാരിക്കാനാണ് പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് നമുക്കറിയാം. വലിയ രീതിയിലുള്ള വില വ്യത്യാസം ഇല്ല എന്ന് വിചാരിക്കാം. സോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഏതിന്റെ പുറകെ പോകും? ദേ വിൽ ബി ഗോയിങ് ആഫ്റ്റർ റോബോ വാക്വം ക്ലീനർ. അപ്പൊ നമ്മൾ
ഈ സാധാ വാക്വം ക്ലീനർ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ വി വർ നോട്ട് എവൻ എക്സ്പെക്ടിങ് അബൌട്ട് ദ അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി ദാറ്റ് വുഡ് ബി കമ്മിങ് ഓവർ ദെയർ അല്ലെ. പുതിയൊരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ അവിടെ വരുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ലാതെയാണ് നമ്മളൊരു വാക്വം ക്ലീനറിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് അൺസെർട്ടനിറ്റി. എന്ത് വേണോ എപ്പോൾ വേണോ സംഭവിക്കാം. റിസ്ക് എലമെന്റ് നല്ല രീതിക്കുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡിമാൻഡ് ഇസ് ഓൾവേസ് അൺസർട്ടൺ. വി കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ് അക്യുറേറ്റ്ലി. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൾട്ട് അല്ലെ. സോറി. അപ്പോ പ്രഡിക്ഷൻ പറ്റില്ല എന്നല്ല, വി ക്യാൻ പ്രെഡിക്ട്. പക്ഷേ ഈ ഒരു പ്രഡിക്ഷന്റെ ആക്യുറസി ലെവല് പ്രശ്നമായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ, അസംഷനിലേക്ക് വരുമ്പോൾ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓൾവേസ് ഗീവ് ആക്യുറേറ്റ് പ്രഡിക്ഷൻ. അഗൈൻ നമ്മൾ പറഞ്ഞതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അസംഷൻ 2 പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ആക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത സാധനം തന്നെ പ്രഡിക്ഷൻ വിൽ ബി ഈക്വൽ ടു റിയാലിറ്റി. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രഡിക്ഷനും റിയാലിറ്റിയും രണ്ടും സെയിം ആയിരിക്കും. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ എപ്പോഴൊക്കെ നടത്തുന്നു അപ്പോഴൊക്കെ തന്നെ എന്താണ് പ്രഡിക്ഷനും റിയാലിറ്റിയും സെയിം ആയിരിക്കും. ഇതാണ് പറയുന്നത്. സോ ഇത് സംഭവിക്കുമോ? ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ക്യാൻ ദിസ് ഹാപ്പൻ? ഈസ് ഇറ്റ് സംതിങ് പോസിബിൾ ടു ഹാപ്പൻ ഇൻ റിയാലിറ്റി? ഈ റിയാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എളുപ്പമാണോ? ഡെഫിനറ്റ്ലി. ഒന്ന് ചിന്തിക്കാം. So coming to the assumptions based on the statement. So the question here is, which of these assumptions are implicit in the statement? So option A പറയുന്നു only assumption 1 is implicit. Option B പറയുന്നു only assumption 2 is implicit. Option C പറയുന്നു both A and 2 are implicit. 1 and 2 are implicit. And option D പറയുന്നു neither 1 nor 2 is implicit. അപ്പോൾ option A പറയുന്നത് എന്താണ്? assumption 1 മാത്രമാണ് implicit. ഓപ്ഷൻ ബി പറയുന്നു അസംഷൻ 2 മാത്രമാണ് ഇംപ്ലിസിറ്റ്. ഓപ്ഷൻ സി പറയുന്നു അസംഷൻ 1ഉം അസംഷൻ 2ഉം ഇംപ്ലിസിറ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഈ രണ്ട് അസംഷൻസും ഒന്നാമത്തെ അസംഷനും രണ്ടാമത്തെ അസംഷനും രണ്ടും തന്നെ ഇംപ്ലിസിറ്റ് അല്ല. ഓക്കെ, അപ്പോ ലെറ്റ്സ് സീ ഇതിൽ ഏതാണ് ഇംപ്ലിസിറ്റ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തിനെ പറ്റിയിട്ടാണ്? ബിസിനസ് ഫോർകാസ്റ്റിംഗ്, ബിസിനസ്സിലെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലെ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇപ്പൊ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മുടെ ഈ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അൺസെർട്ടനിറ്റി ആണെന്ന് നമുക്കറിയാം. അൺസെർട്ടനിറ്റി ആണെന്ന് അറിയാം. സോ ഈ റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വി ആർ ടോക്കിംഗ് അബൌട്ട് റിസ്ക് ഓഫ് ലോസ്. എപ്പോ വേണോ ലോസ് സംഭവിക്കാം എന്നുള്ള ഒരവസ്ഥ. ഓക്കെ, സോ നമുക്കറിയാം ഫോർകാസ്റ്റിംഗ് എപ്പോഴും നല്ലതാണ്. ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാമായിരിക്കാം എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഫ്യൂച്ചർ മൊത്തത്തിൽ തന്നെ എന്താണ് അൺസെർട്ടൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫ്യൂച്ചറിൽ മൊത്തം തന്നെ എന്താണ് അൺസെർട്ടനിറ്റി എലമെന്റ് കമ്പോണന്റ് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഫോർകാസ്റ്റിംഗ് നടത്തിയാൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ട് മാത്രം അറിയാൻ പറ്റും. വി വിൽ ബി ഗെറ്റിംഗ് സം അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദ പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും വിചാരിക്കരുത് എന്ത് ഫോർകാസ്റ്റിംഗ് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എയിലോട്ട് ഒന്നുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓപ്ഷൻ എ കറക്റ്റ് ആകുന്നതെന്ന്. അതായത് ഫ്യൂച്ചർ അൺസെർട്ടൻ ആണ്, ഫ്യൂച്ചർ ഡിമാൻഡ് അൺസെർട്ടൻ ആണെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അസംപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓൾവേസ് ഗീവ് അക്യുറേറ്റ് പ്രഡിക്ഷൻ. ഇത് തെറ്റാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി കണ്ടു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒരിക്കലും ആക്യുറേറ്റ് റിസൾട്ട് തരത്തില്ല. സോ ഈ ഒരു ആക്യുറസി എലമെന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. സോ ആക്യുറസി വിൽ നോട്ട് ബി മെയിൻറ്റെയിൻഡ്.
സോ ഈ പ്രഡിക്ഷനും റിയാലിറ്റിയും അല്ലെങ്കിൽ പ്രഡിക്ഷൻ or forecasting ഇത് അതേപോലെ തന്നെ നടക്കണം എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ തന്നെ നടക്കും. നമുക്കറിയാം നമ്മുടെ ഈ ആസ്ട്രോളജി ഒക്കെ ഉണ്ടല്ലോ. ആസ്ട്രോളജിയിൽ നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഭാവി പ്രവചിക്കുന്ന ആൾക്കാരുടെ ഭാവി പ്രവചിക്കുന്ന ഒരു കേസ് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ആസ്ട്രോളജി ഇസ് എ സയൻസ്. പക്ഷേ ആസ്ട്രോളജിയിൽ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുമല്ലോ. ഇന്ന ആൾക്കാർക്ക് ഇന്ന രാശിയിലുള്ള ഇന്ന സമയത്തിൽ ജനിച്ച ഇന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമല്ലോ. സോ ഇന്ന രാശി ഇന്ന സമയം ജനനം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പറയും. സോ അങ്ങനെ എത്രയോ ആൾക്കാർ ജനിച്ചിട്ടുണ്ടാവും. അത്രയും ജനിച്ച എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ അനുഭവത്തിൽ പെടണമെന്നുണ്ടോ? കുറെയൊക്കെ നമ്മൾ ആസ്ട്രോളജി നമ്മൾ പറയാറുണ്ട്, ഓക്കെ അങ്ങനെയൊക്കെ പ്രഡിക്ഷൻ നടത്തിയിട്ട് അങ്ങനെ നടന്നില്ലല്ലോ എന്ന് നമ്മൾ പറയാറില്ലേ. സെയിം തിങ്. ഡെഫിനറ്റ്ലി ആസ്ട്രോളജി സയൻസ് ആണ്. ആ സയന്റിഫിക് ആയിട്ട് ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇറ്റ് വിൽ ബിക്കം ട്രൂ. അതർവൈസ് ഇത് എല്ലാവർക്കും ഒരേപോലെ വരണം എന്നില്ല. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞതും അതാണ്. ബിസിനസ്സിൽ നമ്മൾ പ്രഡിക്ഷൻസ് ആണ് നടത്തുന്നത്, ഫോർകാസ്റ്റിംഗ് ആണ് നടത്തുന്നത്. പക്ഷെ അത് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അത് അതേപോലെ നടക്കണം എന്നില്ലല്ലോ. കുറെ കാര്യങ്ങളൊക്കെ നടക്കാം. എഗൈൻ നമ്മൾ ആസ്ട്രോളജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആസ്ട്രോളജിയിലും പ്രഡിക്ഷൻസ് നടത്തുമ്പോൾ കുറെ അതേപോലെയൊക്കെ നടക്കാം, പറയുന്ന പോലെയൊക്കെ നടക്കാം. പക്ഷെ എല്ലാം അതേപോലെ നടക്കുന്നില്ലല്ലോ. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു കൺസിഡർ. റിയാലിറ്റി മൊത്തം അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ആസ്ട്രോളജി പ്രഡിക്ഷൻ ആണെങ്കിലും ബിസിനസ് ഫോർകാസ്റ്റിംഗ് ആണെങ്കിലും രണ്ടും നമ്മൾ പ്രഡിക്ഷൻസ് നടത്തുമ്പോൾ എല്ലാം അതേപോലെ നടക്കണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. കുറേയൊക്കെ നമുക്ക് നടത്താൻ പറ്റും, പക്ഷെ കുറേയൊക്കെ അങ്ങനെ നടക്കില്ല എന്നും കൂടി മനസ്സിലാക്കണം. Okay, so for the same reason, option A is the right answer, where we have option, where we have assumption 1 as the only implicit statement, implicit to the statement given, and option 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ assumption 2 എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരിക്കലും അത് നടക്കാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് യൂസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടു ക്ലാസിഫൈ ഗുഡ്സ് as നോർമൽ ഓർ ഇൻഫീരിയർ. അപ്പൊ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യും. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ഇവിടെ നമ്മൾ എടുക്കും. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഇൻകം. അപ്പോ ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നതനുസരിച്ചിട്ട് എത്രമാത്രം മാറ്റമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നത്. ഇത് രണ്ട് രീതിയിൽ നോക്കി കാണാം. ഒന്ന്, നമ്മുടെ ഇൻകത്തിൽ മാറ്റം വരുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എങ്ങനെ മാറ്റം വരാം, എത്രമാത്രം മാറ്റം വരാം, ഈ രണ്ട് കേസ് നോക്കണം. അപ്പൊ എങ്ങനെ മാറ്റം വരാം എന്നുള്ളത് ഒരു പരിധി വരെ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സെപ്ഷൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എല്ലാ ഗുഡ്സിനും ലോ ഓഫ് ഡിമാൻഡ് അതേപോലെ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഇതും നമ്മൾ കണ്ടു. കാരണം വെബ്ലൻ ഗുഡ്സ് ആയാലും ഗിഫൻ ഗുഡ് ആയാലും അതേപോലെ തന്നെ നെസസിറ്റീസ് ആയാലും ഇതൊക്കെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് അവിടെ ഒന്നും ആപ്ലിക്കബിൾ ആകുന്നില്ല എന്ന് നമ്മൾ കണ്ടു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിസിനസ് യൂസ് ഇൻകം എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടു ക്ലാസിഫൈ ഗുഡ്സ് as നോർമൽ ഓർ ഇൻഫീരിയർ. അപ്പൊ ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നത്? ഈ ഇൻകം എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഗുഡ്സിനെ ഇൻഫീരിയർ ആണോ നോർമൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഡെഫിനറ്റ്ലി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആൾക്കാരുടെ ഇൻകത്തിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് അവരെങ്ങനെയാണ് അല്ലെങ്കിൽ എത്രമാത്രമാണ് ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് ബിസിനസ്സുകാർ നോക്കും. എന്നിട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ് നോർമൽ ഗുഡ് ആണോ ഇൻഫീരിയർ ഗുഡ് ആണോ അല്ലെങ്കിൽ സുപ്പീരിയർ ഗുഡ് ആണോ എന്നൊക്കെ തന്നെ തീരുമാനിക്കപ്പെടുന്നത്. സോ ഡെഫിനറ്റ്ലി അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അസംഷൻസിലേക്ക് പോവാം. അസംഷൻ 1,
കൺസ്യൂമർ ഇൻകം അഫക്ട്സ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്. കൺസ്യൂമറിന്റെ ഇൻകം നമ്മളെ ഡിമാൻഡ് ഫോർ ഗുഡിനെ അഫക്ട് ചെയ്യും. സോ ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വരാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻകം എയ്തർ ഇൻക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഫോൾ ചെയ്യാണ്. ഇങ്ങനെയാണല്ലോ ചേഞ്ച് വരാന്ന് പറയുമ്പോൾ. ഇത് നമ്മൾ പ്രീവിയസ് ഇൻകത്തിനേക്കാൾ പുതിയ ഇൻകം കൂടും, അല്ലെങ്കിൽ പ്രീവിയസ് ഇൻകത്തിനേക്കാൾ പുതിയ ഇൻകം കുറയും. ഇങ്ങനെയാണ് ഇൻകത്തിലെ മാറ്റം വരുന്നത്. സോ കൺസ്യൂമറിന്റെ ഇൻകത്തിൽ ഇങ്ങനെ മാറ്റം വരുമ്പോൾ അത് കൺസ്യൂമറിന്റെ ഡിമാൻഡ് ഫോർ ഗുഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ഫസ്റ്റ് അസംഷൻ പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് അസംഷൻ, all goods respond in the same way to income changes. എല്ലാ ഗുഡ്സും ഒരേപോലെയാണ് ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനോട് പ്രതികരിക്കുന്നത് എന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. അപ്പോ എല്ലാ ഗുഡ്സും എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എല്ലാ ഗുഡ്സും എന്ന് പറയുമ്പോൾ ഗിഫൺ ഗുഡ് വരും, നോർമൽ ഗുഡ് വരും, ഗിഫൺ ഗുഡ് വരും, നോർമൽ ഗുഡ് വരും. നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗുഡ് കേട്ടോ. അഗൈൻ വെബ്ലൻ ഗുഡ് വരും, നെസസിറ്റീസ് വരും, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഗുഡ് വരും. അപ്പൊ ഇതെല്ലാം തന്നെ ഇൻകം എലാസ്റ്റിസിറ്റി കേസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഗുഡ്സും ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനോട് ഒരുപോലെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. ഇനി ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവാം, നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസിലോട്ട് പോവാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദീസ് അസംഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ പറയുന്നു ഓൺലി അസംഷൻ 1 is implicit, അതായത് കൺസ്യൂമർ ഇൻകം അഫക്ട് ഡിമാൻഡ് ഫോർ ഗുഡ് എന്ന് പറയുന്നത് മാത്രമാണ് ഇംപ്ലിസിറ്റ്. ഓപ്ഷൻ ബി പറയുന്നു ഓൺലി അസംഷൻ 2 is implicit, അതായത് ഓൾ ഗുഡ്സ് റെസ്പോണ്ട് ഇൻ ദ സെയിം വേ ടു ഇൻകം, ഇത് മാത്രമാണ് ഇംപ്ലിസിറ്റ്. ഇനി ഓപ്ഷൻ സി പറയുന്നു ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്, അതായത് അസംഷൻ 1ഉം അസംഷൻ 2ഉം രണ്ടും ഇംപ്ലിസിറ്റ് ആണ്. അതായത് കൺസ്യൂമർ ഇൻകം അഫക്ട്സ് ഡിമാൻഡ് ഫോർ ഗുഡ്സും ഓൾ ഗുഡ്സ് റെസ്പോണ്ട് ഇൻ ദ സെയിം വേ ടു ഇൻകം ചേഞ്ചസും, ഇത് രണ്ടും ഇംപ്ലിസിറ്റ് ആണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ഡി പറയുന്നത് നെയ്തർ 1 nor 2 is implicit, അതായത് ആദ്യത്തെ അസംഷൻ ആയിട്ടുള്ള കൺസ്യൂമർ ഇൻകം അഫക്ട് ഡിമാൻഡ് ഫോർ ഗുഡ്സും അതേപോലെ തന്നെ രണ്ടാമത്തെ അസംഷൻ ആയിട്ടുള്ള ഓൾ ഗുഡ്സ് റെസ്പോണ്ട് ഇൻ ദ സെയിം വേ ടു ഇൻകം ചേഞ്ചസ്, ഇത് രണ്ടും ഇംപ്ലിസിറ്റ് അല്ല എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വായിക്കുക, അസംഷൻസ് ഓരോന്നും വായിച്ചു നോക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ആൻസറിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. അപ്പോ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻകം എലാസ്റ്റിസിറ്റി എന്റെ കേസ് പറഞ്ഞു, അതിന്റെ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോർമുല ഞാൻ പറയാത്തതാണ് ഇവിടെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വരുമ്പോ എന്താണ്, ഒന്നുകൂടെ നമ്മുടെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഓപ്ഷൻ എ ഇസ് ഓപ്ഷൻ എ ഇസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി അസംഷൻ 1 is implicit, അതായത് കൺസ്യൂമർ ഇൻകം അഫക്ട്സ് ഡിമാൻഡ് ഫോർ ഗുഡ്, ഇത് കറക്റ്റ് ആണ്. കമ്മിങ് ടു ഓപ്ഷൻ ബി, ഓൾ ഗുഡ്സ് റെസ്പോണ്ട് ഇൻ ദ സെയിം വേ ടു ഇൻകം ചേഞ്ചസ്, അത് കറക്റ്റ് അല്ല. ഞാൻ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ ഇൻഫീരിയർ ഗുഡ് അല്ലെങ്കിൽ ഗിഫൺ ഗുഡിന്റെ കേസ് പറഞ്ഞു. അപ്പൊ എല്ലാ ഇൻഫീരിയർ ഗുഡും ഗിഫൺ ഗുഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു ഇൻഫീരിയർ ഗുഡിന്റെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗുഡ് ആണ് ഈ ഗിഫൺ ഗുഡ്. അപ്പൊ ഗിഫൺ ഗുഡിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇൻകം കൂടി എന്ന് വിചാരിക്കാം, ഇൻകം കൂടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ ഗിഫൺ ഗുഡിന്റെ കൺസംഷൻ എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗിഫൺ ഗുഡ് എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗിഫൺ ഗുഡ് എന്താ സംഭവിക്കുന്നത്? ഇത് കുറയും അല്ലെ? കാരണം നിങ്ങളുടെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങിച്ച് കഴിച്ചുകൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? കഴിക്കുന്നതാണെങ്കിൽ കഴിക്കും, അല്ലാതെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഉപയോഗിച്ചൂടെ? സോ വൈ ഷുഡ് യു റിസ്റ്റോർ ടു ഗിഫൺ ഗുഡ് അഗൈൻ? നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ അല്ലെ? അപ്പൊ ഗിഫൺ ഗുഡിന്റെ കൺസംഷൻ കുറച്ചിട്ട് യു വിൽ ബി ഷിഫ്റ്റിംഗ് ടു സംതിങ് സുപ്പീരിയർ അല്ലെ? ഇനി നമ്മുടെ വെബ്ലൻ ഗുഡ്സിന്റെ കേസ് എടുക്കാം. വെബ്ലൻ ഗുഡ് ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻകം കൂടുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻകം കൂടുകയാണ്, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് റിച്ച് പീപ്പിൾ ഓർ സംബഡി ഓഫ് ദാറ്റ് കൈൻഡ്.
എന്താ സംഭവിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വെബ്ലൻ കൂടിയിട്ട് എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വെബ്ലൻ ഗുഡ് എന്ത് സംഭവിക്കും? ദാറ്റ് വുഡ് ഇൻക്രീസ് അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ കല്യാണത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സ്വർണം വാങ്ങുന്നതും സ്വർണം ഉപയോഗിക്കുന്നതും പറ്റിയിട്ടുള്ള കേസ് പറഞ്ഞു. ദ സെയിം തിങ് അപ്ലൈസ് ഹിയർ. സി, ഈ രണ്ട് സ്ഥലത്തും നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തത്? ഇൻകം കൂടിയ കാര്യമാണ് പറഞ്ഞത്. ഇൻകം വാസ് ഇൻക്രീസിങ്. പക്ഷെ ഒരു സ്ഥലത്ത് ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോ കൺസംഷൻ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. ഒരു സ്ഥലത്ത് ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അപ്പൊ നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എല്ലായിടത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. എല്ലാ ഗുഡ്സും ഒരുപോലെ നമ്മുടെ ഇൻകം ചേഞ്ചസിനോട് റിയാക്ട് ചെയ്യുന്നില്ല. പല രീതിയിലാണ് ഈ ഗുഡ്സിന് ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനോട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അസംഷൻ 2 is not at all implicit. പക്ഷെ അസംഷൻ 1 വരുമ്പോൾ അത് ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ, ഗോട്ട് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ അഗൈൻ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പ്രൈസ് ഡിസ്ക്രിമിനേഷൻ allows firms to increase their total revenue. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാരണം അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഫേംസിന് അവരുടെ ടോട്ടൽ റവന്യൂ കൂട്ടാനായിട്ട് അവരെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടോട്ടൽ റവന്യൂ കൂട്ടാൻ പറ്റും. സോ ഇത് കാരണം ഫേംസിന് ഒരു പക്ഷേ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതെന്താണ്? കാരണം നമുക്കറിയാം റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് എന്ത്? പ്രോഫിറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് അല്ലെ? അപ്പോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ സെയിം പ്രോഡക്റ്റ് പല ആൾക്കാർക്ക് പല പ്രൈസിൽ വിൽക്കുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇത് മിക്കവാറും നടക്കുന്നത് മോണോപ്പൊളി സിറ്റുവേഷനിലാണ്. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെല്ലർ ഉള്ള സിറ്റുവേഷൻ. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ലർ ഉള്ള സിറ്റുവേഷൻ. അതായത് ഒരു മാർക്കറ്റിൽ ഒരു സാധനം സെൽ ചെയ്യാനായിട്ട് ഒരൊറ്റ സെല്ലറേ ഉള്ളൂ. അതാണ് മോണോപ്പൊളി സിറ്റുവേഷൻ. അപ്പൊ ഈ മോണോപ്പൊളിസ്റ്റിന്റെ അടുത്ത്, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ, ഇയാൾ സെൽ ചെയ്യണ സാധനം വേണമെങ്കിൽ ഇയാളുടെ അടുത്ത് പോയിട്ട് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ വാങ്ങാൻ പറ്റില്ല. സോ ഇദ്ദേഹം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇയാളുടെ അടുത്ത് സാധനം വാങ്ങിക്കാനായിട്ട് 4 ആൾക്കാർ വന്നു. ഒരാള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഫ്രണ്ടാണ്, വേറൊരാള് ഇദ്ദേഹത്തിന്റെ നെയ്ബറാണ്, അടുത്ത ആള് ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണ്, and lastly there is a stranger. ഇങ്ങനെ 4 പേര് വന്നു. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് എ, ബി, സി, ഡി. ഇങ്ങനെ 4 പേര് ഇദ്ദേഹത്തിന്റെ അടുത്ത് സാധനം വാങ്ങിക്കാൻ വന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മോണോപോളിസ്റ്റ്, നിങ്ങളാണ് ഈ മോണോപോളിസ്റ്റ് എന്ന് വിചാരിക്കാം. മോണോപ്പൊളി മാർക്കറ്റിലെ സെല്ലറിന്റെ പേരാണ് എന്താ? മോണോപോളിസ്റ്റ്. അപ്പൊ നിങ്ങളാണ് ഈ മോണോപോളിസ്റ്റ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനും നിങ്ങളുടെ നെയ്ബറിനും നിങ്ങളുടെ റിലേറ്റീവിനും ഒരു സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇദ്ദേഹത്തെ കാണുന്നത്. ഇവർക്കെല്ലാം തന്നെ നിങ്ങൾ ഒരേ പ്രൈസിൽ സാധനം വിൽക്കൂ, ഒരേ പ്രൈസിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കൂ. വിൽ യു ഡൂ ദാറ്റ്? അതോ നിങ്ങളുടെ ഫ്രണ്ടിനും നെയ്ബറിനും റിലേറ്റീവിനും ഒക്കെ കുറച്ച് വില കുറച്ച് കൊടുക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൈൻഡ് ഓഫ് റിലേഷൻ ദാറ്റ് യു ആർ ഹാവിങ് വിത്ത് ഈച്ച് അതർ. ആൻഡ് സ്ട്രേഞ്ചറിലേക്ക് വരുമ്പോൾ സാധനം പ്രൈസ് കൂട്ടി കൊടുക്കില്ലേ? അല്ലെ, പ്രൈസ് കൂട്ടിയല്ലേ നിങ്ങൾ വിൽക്കുന്നത്. സോ ദ സെയിം ഐഡിയ ഹാപ്പൻസ് ഹിയർ. ദ സെയിം ഐഡിയ വുഡ് ബി വർക്കിംഗ് ഹിയർ. ഇതേ ഐഡിയ ആണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ സെയിം പ്രോഡക്റ്റ് പല ആൾക്കാർക്ക് പല വിലക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ അന്തരീക്ഷത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സോ അപ്പോ ഇങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുമ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിന്റെ റവന്യൂ കൂട്ടാനായിട്ട് ഫേമിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് പറയാം. ഡെഫിനറ്റ്ലി അങ്ങനെ ആണല്ലോ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ സ്ട്രേഞ്ചറിന് വില കൂട്ടി കൊടുക്കുന്നത്?
സ്ട്രേഞ്ചറിനും നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന പോലെ കൊടുത്താൽ പോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോ നെയ്ബറിനോ റിലേറ്റീവിനോ ഒക്കെ സാധനം വെറുതെ കൊടുക്കും. പക്ഷെ സ്ട്രേഞ്ചർ വരുമ്പോഴേക്കും ഇരട്ടി വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇന്റൻഷൻ തന്നെയാണ്, നിങ്ങളുടെ റവന്യൂ ഇന്റൻഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് ഓൺലി. Now coming to the assumptions. The firm has the ability to control prices. ഫേമിന് പ്രൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. ഫേം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ സെല്ലർ, ഇവിടുത്തെ മോണോപോളിസ്റ്റ്. മോണോപ്പൊളി മാർക്കറ്റ് സിംഗിൾ സെല്ലർ എന്നാണ് പറഞ്ഞത്. സോ മോണോപോളിസ്റ്റിന് സാധനങ്ങളുടെ പ്രൈസ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. അതുകൊണ്ടല്ലേ അദ്ദേഹം പല വിലക്കായിട്ട് പല ആൾക്കാർക്ക് സെയിം സാധനം വിറ്റത്. Coming to the statement 2 or assumption 2, all consumers have same willingness to pay. എല്ലാവർക്കും ഒരേ willingness to pay ആണ്. willingness to pay എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്റെ കയ്യില് പൈസ ഉണ്ട്, എനിക്കൊരു സാധനം വേണം, അപ്പോ ഈ സാധനം വാങ്ങിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ഡു ഹാവ് ദി ഡിസയർ ടു പർച്ചേസ് എ കമോഡിറ്റി ആൻഡ് ഐ ആം ഓൾസോ വില്ലിംഗ് ടു പേ. എനിക്ക് പ്രൈസ് ഐ ആം ഓൾസോ ഏബിൾ ടു പേ. എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഡിസയർ ഉണ്ട്. ഐ ഹാവ് ദി ഡിസയർ ടു പർച്ചേസ് എ കമോഡിറ്റി ആൻഡ് ഓൾസോ ഐ ഹാവ് ദി എബിലിറ്റി ടു പേ. പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ എബിലിറ്റി ടു പേ. അപ്പൊ ഒന്നുകൂടെ പറയാം, എനിക്കൊരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് ആ സാധനം വാങ്ങിക്കാനുള്ള ഡിസയർ എന്റെ കയ്യിലുണ്ട്, വിഷ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഈ പൈസ ഉപയോഗിച്ച് എനിക്ക് സാധനം വാങ്ങാം. സോ ഐ ഡു ഹാവ് ദ എബിലിറ്റി ടു പേ. പക്ഷേ ഞാൻ ആ പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിക്കാൻ വില്ലിങ് അല്ല. എനിക്ക് ഈ പൈസ കൊടുത്ത് ഈ പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ സാധനത്തിന് വേണ്ടി ചെലവാക്കാനുള്ള ആ ഒരു വില്ലിങ്നെസ് എനിക്കില്ല. ഇതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ എല്ലാ കൺസ്യൂമേഴ്സും ദേ വുഡ് ബി ഹാവിംഗ് ദ സെയിം വില്ലിങ്നെസ് ടു പേ. എല്ലാ കൺസ്യൂമേഴ്സും ഒന്നുകിൽ പിശുക്കരാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ എല്ലാവരും ഭയങ്കര ലക്ഷറീസ് ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ എല്ലാവരും പിശുക്കരാണ്, അവർക്ക് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തവരാണ്, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇതാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് വരാം. വിച്ച് ഓഫ് ദീസ് അസംപ്ഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ, only statement 1 is implicit. Statement 1 ആയിട്ടുള്ള firm has the ability to control prices മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ബി, only statement 2 is implicit. That is, all consumers have same willingness to pay. ഈ ഒരു ഐഡിയ മാത്രമാണ് ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഓപ്ഷൻ സി, both 1 and 2 are implicit. അതായത് firm has the ability to control prices, all consumers have same willingness to pay. ഇത് രണ്ടും ഇംപ്ലിസിറ്റ് ആണ്. And option D, neither 1 nor 2 is implicit. Firm has ability to control prices implicit അല്ല. All consumers have same willingness to pay. ഇതും implicit അല്ല. അപ്പോ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? സോ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ബേസിസിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ മാർക്കറ്റ് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന എക്സാമ്പിളിൽ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ, മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പൊ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങളുടെ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അസംഷൻസും ഉണ്ടാവും. ഇംപ്ലിസിറ്റ് എന്താണ്, ഇൻ ദ വേർഡ് മീനിങ് ഓഫ് ഇംപ്ലിസിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതായത് ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഡയറക്ട്ലി സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ വളച്ചു കെട്ടിയാണ് പറയുന്നത്. അതായത് നമ്മൾ നേരെ മൂക്കിൽ തൊടുന്നതിന് പകരം നമ്മൾ ചുറ്റിക്കറങ്ങി മൂക്കിൽ തൊടുവല്ലോ, അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. സോ നേരെ ഒരു കാര്യം പറയുന്നില്ല, ഇൻസ്റ്റഡ് ലൈക്ക് ഇറ്റ് വുഡ് ബി ഇൻഡയറക്ട്ലി ടെല്ലിങ് സംതിങ്, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഇൻഡയറക്ട്ലി പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോ അപ്പൊ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് വായിക്കുക. സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക.
പിന്നെ നമ്മൾ ഓരോ അസംഷൻസും സെപ്പറേറ്റ് എടുത്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുന്ന ഏരിയ ആയിരിക്കും. കോൺസെപ്ച്വൽ ക്ലാരിറ്റി അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഏരിയ, അതിഭയങ്കരമായിട്ട് വേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. കാരണം സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടില്ല. ഇവര് ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസും ഡിസ്ക്രിമിനേഷനും എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അഗൈൻ, എബിലിറ്റി ടു കൺട്രോൾ പ്രൈസസ് എന്താണ് അതിന്റെ അർത്ഥം? വില്ലിംഗ്നെസ് ടു പേ എന്താണ് അതിന്റെ അർത്ഥം? കൺസ്യൂമർ ബിഹേവിയർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സോ ഇതിനെയൊക്കെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ മാത്രം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട്, കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. അതർവൈസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ റോങ്. ഓക്കെ, അപ്പൊ ഇനി അസംഷൻസിലേക്ക് വരുമ്പോഴും ഡെഫിനറ്റ്ലി കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് എക്സാമ്പിൾസ് ബിൽഡ് ചെയ്ത് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാണാപ്പാഠം പഠിച്ചാൽ ഒന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പോണില്ല. So you have to make examples by yourself. നിങ്ങൾ തന്നെ എക്സാമ്പിൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ it would be far better. Okay, അപ്പൊ ഞാൻ നിങ്ങളെ I hope I have read the options. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ ഓപ്ഷനിലേക്ക് പോകട്ടോ, സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. അപ്പൊ Firm 1 has the ability to control prices എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ അത് പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ അർത്ഥം തന്നെ അതല്ലേ? നമ്മുടെ മോണോപോളിസ്റ്റ് എന്താണ് ചെയ്തത്? ഞാൻ പ്രത്യേകിച്ച് മോണോപോളിയുടെ കേസ് എടുത്തത് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മോണോപോളിസ്റ്റ് ഇവിടെ എന്താണ് ചെയ്തതെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. ഡെഫിനറ്റ്ലി ഈ ഒരു ഫേം മാത്രമല്ല, പല ഫേമിനും ഇത് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വെരി മച്ച് ലിമിറ്റഡ്. മോണോപോളിസ്റ്റ് സെനാറിയോയിലാണ് അല്ലെങ്കിൽ മോണോപോളി സെറ്റിംഗിലാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതിഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. മറ്റ് കേസസിൽ ഒന്നും തന്നെ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരില്ല. ഫോർ എക്സാമ്പിൾ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരാണെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കത്തേ ഇല്ല. ദാറ്റ് ഈസ് വൈ യു കോൾ ഇറ്റ് ആസ് ഐഡിയൽ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഐഡിയൽ കൈൻഡ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കാനുള്ള വൺ ഓഫ് ദ റീസൺസ് തന്നെ ഇതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എന്താണ്? ഫേം ഹാസ് എബിലിറ്റി ടു കൺട്രോൾ പ്രൈസസ് കറക്റ്റ് ആണ്. പക്ഷെ ഓൾ ഫേംസ് ഹാവ് സെയിം എബിലിറ്റി വെൻ ഇറ്റ് കംസ് ടു സെയിം വില്ലിനെസ് ടു പേ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വി നോ ഇറ്റ് വെരി വെൽ ദാറ്റ് കൺസ്യൂമേഴ്സ് പല രീതിയിലുണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെ? കൺസ്യൂമേഴ്സ് പല രീതിയിലാണ് നമുക്കുള്ളത്. കുറെ പേര് ഭയങ്കര സ്പെൻഡ് ത്രിഫ്റ്റ് ആയിരിക്കും. സ്പെൻഡ് ത്രിഫ്റ്റ്, ദേ വുഡ് ബി ലൈക്ക് നോട്ട് ദാറ്റ് റെഡി ടു സ്പെൻഡ് മണി. ദേ വുഡ് ബി ലൈക്ക് സ്റ്റിഞ്ചി പീപ്പിൾ. ഓക്കെ, അപ്പോ ഈ സ്പെൻഡ് ത്രിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇറ്റ് വുഡ് ബി വെരി മച്ച് ഡിഫിക്കൽട്ട് ഫോർ ദം ടു സ്പെൻഡ് മണി. അവർക്ക് കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പിശുക്കരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലെ? ഇപ്പോ ചിലപ്പോ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് പിശുക്കരെ അറിയായിരിക്കും. നമ്മൾ കളിയാക്കി നമ്മളുള്ള കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, ഇങ്ങനെ ഒരു പിശുക്കനെ, ഇങ്ങനെ ഒരു പിശുക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ലൈക് ദേ ഡു ഹാവ് മണി വിത്ത് ദം. പക്ഷെ അവർക്ക് എന്താണ്, സ്പെൻഡ് ചെയ്യാൻ അവർ വില്ലിങ് അല്ല, അവർ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഇത് പൈസ എടുത്ത് ചെലവഴിക്കാൻ ഒരു മടിയുണ്ട്. So there are such people. It might be difficult for some people to spend, and there would be some other category of people, others. It might be very much encouraging for some people to spend. So
കുറെ ആൾക്കാർക്ക് പൈസ എടുത്ത് ചെലവഴിക്കാൻ ഇഷ്ടമേ അല്ല. കുറെ ആൾക്കാർക്ക് പൈസ ചെലവഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ ദൂർത്തടിക്കുക എന്നൊക്കെ പറയില്ലേ. സോ കിട്ടുന്ന പൈസ അത്രയും ഒട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ ഒരാൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ സോ നോർമലി യൂഷ്വലി എന്താണ് ആൾക്കാർ ചെയ്യുന്നത്, പേഴ്സൺ എ എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം കുറച്ചെടുത്ത് കൺസംഷനായിട്ട് ഉപയോഗിക്കും, കുറച്ചെടുത്ത് അദ്ദേഹം സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. പേഴ്സൺ ബിക്ക് പൈസ കിട്ടിയാൽ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ഏകദേശം മൊത്തം എടുത്ത് കൺസംഷനായിട്ട് ഉപയോഗിക്കും, സേവിങ്ങിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും. അതേസമയം പേഴ്സൺ ഡി ഇവിടെ എന്താ ചെയ്യുക, ഇദ്ദേഹത്തിന് കിട്ടുന്ന എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അയാൾ സേവ് ചെയ്യും. കൺസംഷന് വേണ്ടിയിട്ട് അധികം പൈസയൊന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഓരോ വ്യക്തിക്കും വില്ലിങ്നെസ് ടു പേ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. വില്ലിങ്നെസ് ടു പേ യെസ്, വില്ലിങ്നെസ് ടു പേ യെസ് different for different people, different people. ഓക്കെ, അപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഡെഫിനറ്റ്ലി യു ഫീൽ ലൈക്ക് റെപ്പറ്റീഷൻ, ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഹിയർ ഇസ്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിഭയങ്കരമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ടാവും, അസംഷൻസിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു അസംഷൻ മനസ്സിലായി മറ്റേ അസംഷൻ മനസ്സിലായിട്ടില്ല എന്ന് വെച്ചു, ആ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആകാനുള്ള ഒരു സെനാറിയോ അവിടെ കൂടുതലാണ്, ഒരു പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആയാലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാം, ഇറ്റ് വിൽ ബി ലീഡിങ് യു ടു സംതിങ് കോൾഡ് നെഗറ്റീവ് മാർക്ക്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലായിരിക്കും പ്രശ്നം, അസംഷൻസ് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എവിടേക്കോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ടെക്നിക്കലി എന്തൊക്കെയോ ജാർഗൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഏരിയാസ് ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ജാർഗൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ലൈക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, വില്ലിങ്നെസ് ടു പേ, ഇങ്ങനെയൊക്കെയുള്ള ജാർഗൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദീസ് ആർ ടെക്നിക്കൽ ടേംസ്. ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും എന്താ സംഭവിക്കാം, അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകില്ല, ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകില്ല. സോ ശരിയായിട്ടുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇഫ് ഇറ്റ് ഇസ് സെഡ് ഇൻ ഇൻഡയറക്റ്റ് വേ? ഇൻഡയറക്റ്റ് മാനറിൽ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എൻഷുർ ദാറ്റ് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ഗോ ഫോർ ബൈ ഹാർട്ടിങ്. ബൈ ഹാർട്ടിങ് ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധാരണ യു ഷുഡ് ഹാവ്. ഓക്കെ, സോ ദാറ്റ് ദിസ് ഓൺലി തിങ് ദാറ്റ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ആസ് ഓഫ് നൗ. അപ്പൊ ഇനി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇഫ് യു ഗെറ്റിംഗ് സം എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രം സംവെയർ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ കീ നോക്കരുത് കേട്ടോ. ആൻസർ കീ ആദ്യം ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. സോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആൻസർ മനസ്സിൽ തന്നെ വെക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യണം. അതല്ലാണ്ട് ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ഓപ്ഷൻസ് വായിക്കുന്നു, അതിന്റെ ആൻസർ കീയും കൂടെ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് പഠിക്കുന്നു, ആ ഒരു മെത്തേഡ് ഈ ഒരു സിസ്റ്റത്തിൽ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ആൻ ആപ്റ്റ് kind of or apt way of looking onto or apt manner of looking onto these kind of questions. Okay, so this is the only things that I just want to tell you. Okay, so hope you could understand. Thank you.